അങ്ങനെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ലാലേട്ടൻ വന്ന എപ്പിസോഡ് ഉണ്ടായിരുന്നു. ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ സിബിനെ വലിച്ചു കയറി ഒട്ടിക്കുന്ന കണ്ടു. ജാസ്മിനെതിരെ ഒരു ആംഗ്യം കാണിച്ചായിരുന്നല്ലോ, അത് വലിച്ചു കയറി ഒട്ടിച്ചു. അതിനുശേഷം സിബിൻ്റെ കയ്യിൽ നിന്ന് പോയി പുള്ളി ഇന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് പരവേശം കാണിക്കുന്നു, ബഹളം കാണിക്കുന്നു. ഇനി ബിഗ് ബോസിൻ്റെ നിയമങ്ങളൊന്നും അനുസരിക്കില്ലെന്ന് പറയുന്നു. അങ്ങനെ ഇതുവരെ ഒരു മത്സരാർത്ഥിയും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ അത്യാവശ്യം പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് പോയി. കഴിഞ്ഞ ആഴ്ച വരെ, അതായത് ശനിയാഴ്ചയ്ക്ക് മുമ്പുള്ള രാത്രി വരെ പുള്ളി ഭയങ്കര ആക്റ്റീവായിരുന്നു. പവർ ടീമിലൊക്കെ കിടന്നിട്ട് പുള്ളി ഭയങ്കരമായിട്ട് കോമഡി കാണിക്കുന്നു, ബഹളം കാണിക്കുന്നു, പവർ എടുത്ത് അമ്മാനമാടുന്ന് കണ്ടു. അങ്ങനെ പവർ ടീമൊക്കെ ഭയങ്കര ടാർഗറ്റ് ചെയ്ത് ഗബ്രിയും ജാസ്മിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഇരുട്ടി വെളുത്തപ്പോഴത്തേന് കാര്യങ്ങളെല്ലാം കൈവിട്ടി പോയൊരവസ്ഥ. ഇതൊരു മെൻ്റൽ ഗെയിമാണ്, മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പുറത്ത് നിന്ന് കാണുന്ന കൂട്ടൊന്നുമല്ല. ഇപ്പം നമ്മുടെ സീക്രട്ടിൻ്റെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്കിയത്. സീക്രട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് അത്യാവശ്യം ഈ ഒരു ഇപ്പം നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഇരുന്നോട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. കീറി മുറിച്ച് ഓരോ വിഷയങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. സീക്രട്ടിൻ്റെ അകത്ത് പോയിട്ട് സൈലൻ്റായി. ഇപ്പം സിബിൻ്റെ കാര്യവും കയ്യിൽ നിന്നൊക്കെ പോയി. ഇപ്പം വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാരെല്ലാം നിശബ്ദമാണ്. അത്യാവശ്യം ആൾക്കാരെല്ലാം നിശബ്ദമായി പോയി. ഇപ്പോഴും അതിനകത്ത് എന്തു പ്രഷർ ഉണ്ടായാലും എന്ത് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിലും കരഞ്ഞ് കൂവി ബഹളം വെച്ചെങ്കിലും ഗബ്രിയും ജാസ്മിൻ ഇവർ ഒരു ദിവസം കയ്യിൽ നിന്ന് പോയാലും പിറ്റേ ദിവസം രാവിലെ ഇവർ ഓക്കെ ആവുന്ന രീതിയിലുള്ള ഗെയിമാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മൈൻഡ് ഗെയിമാണോ മെൻ്റൽ ഗെയിമാണോ എന്താണെങ്കിലും ഇവർ രണ്ടുപേരും ഇതിനകത്ത് കോർണർ ചെയ്ത പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കിടയിൽ നിന്നും നെഗറ്റീവ് വന്ന പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അടി കിട്ടിയ പോലെ. അടി എന്ന് പറയുമ്പോൾ ഫിസിക്കലി അല്ല, ഭയങ്കരമായിട്ട് ഗെയിം കളിച്ചിട്ട് ബാക്കിയുള്ളവരും കോർണർ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം. പക്ഷേ ഇവർ കുറേയൊക്കെ കരഞ്ഞ് ബഹളം വെച്ച് മെഡിക്കൽ റൂമിൽ പോയി. അതിനുശേഷം ഇവർ തിരിച്ച് വന്ന് പിറ്റേ ദിവസം കാണാൻ നേരത്തെ ഇവരോടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗബ്രി ആയാലും ജാസ്മിൻ ആയാലും. ഈ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഫസ്റ്റ് വീക്ക് തൊട്ട് മോഹൻലാൽ വരാൻ നേരത്തെ ജാസ്മിൻ എടുത്തിട്ട് കുടയാറുണ്ട് പല കാര്യങ്ങൾ. തുമ്മലിൻ്റെ കാര്യം, വൃത്തിയുടെ കാര്യം, അല്ലെന്നുണ്ടെങ്കിൽ മൈക്കിൻ്റെ കാര്യം, അങ്ങനെ 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 പല കാര്യങ്ങൾ. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല പ്രശ്നങ്ങളും. ഇപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ജാസ്മിൻ ഡൗൺ ആയി, മെൻ്റലി ഡൗൺ ആയിട്ട് ഒരു സൈഡിൽ മാറിയിരിക്കുന്നുണ്ട്. ഇവരുടെ ബാപ്പയുടെ ഹാർട്ടിൻ്റെ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം. അതിനുശേഷം ഈ പുറത്തെ കാര്യങ്ങളെപ്പറ്റി സായി വന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ ഡൗൺ ആയി പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇവർ രണ്ടുപേരും ഓക്കെ ആക്റ്റീവായിട്ട് വീണ്ടും മാറി നിൽക്കുകയാണ്. അത്യാവശ്യം മഹാഗംഭീര ഗെയിമറാണ്. പക്ഷേ എനിക്ക് അവരുടെ ഗെയിം ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. പക്ഷേ അവരുടെ ഒരു മൈൻഡ് ഗെയിം അല്ലെങ്കിൽ മെൻ്റൽ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് സമ്മതിക്കണം കേട്ടോ. എന്തു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഒടുവിൽ ഇവർ നൈസ് സെറ്റായിട്ട് അടുത്ത ദിവസം ഗെയിമിലേക്ക് വരും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാളെ നിരന്തരം ഫോക്കസ് ചെയ്ത് വരുന്ന ആൾക്കാരൊക്കെ പല ഭാഷയിലാണ്. ഇപ്പം ഭയങ്കര റഫായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മാറിയിരുന്ന് കളിയാക്കുന്നവരുണ്ട്, ചിരിക്കുന്നവരുണ്ട്. വൃത്തിയില്ല. ജാസ്മിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ വൃത്തിയില്ല മോഹൻലാൽ പറയുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മത്സരാർത്ഥികളായിരുന്നു. നമ്മൾ ആലോചിക്കും, ഇതുപോലൊരു സ്ഥലത്ത് നമുക്ക് പരിചയമില്ലാത്ത കുറേ ആൾക്കാർക്കിടയിൽ വന്നിരിക്കാൻ നേരത്ത് നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കാൻ നേരത്ത് ഒരു മനുഷ്യൻ ഡൗണായി പോകും. ആ മനുഷ്യൻ പിന്നെ അവിടെ ഗെയിം കളിക്കാനോ എങ്ങനെയാലും പുറത്ത് പോകണം എന്നുള്ള രീതിയിൽ അവസ്ഥയിലൊക്കെ ആയി പോകും. പക്ഷേ ജാസ്മിനൊക്കെ പിന്നെ അവരിങ്ങനെ ആ ഗെയിമിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് സംഭവം ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ സിബിനൊക്കെ വന്നിട്ട് രണ്ടാഴ്ച ആവുന്നു. 2 ആഴ്ചക്കുള്ളിൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ വീട്ടിൽ പോയാൽ മതി, എനിക്ക് ഈ ഗെയിം വേണ്ട, അതിനുള്ളിലെ സൗണ്ട് വരെ പുള്ളിക്കാരൻ ഇറിറ്റേഷൻ ആണ് എന്നുള്ള രീതിയിലൊക്കെ മാറിയിരിക്കുന്നു. സായിയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സായി കാരണത്തിരുന്ന് കീറി മുറിച്ചുകൊണ്ടിരുന്നതാണ് ബിഗ് ബോസിൻ്റെ ഓരോ ദിവസത്തെ എപ്പിസോഡിലും. സായി അകത്തേക്ക് പോയി. എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് സായി അങ്ങനെ മെൻ്റലി ഒന്നും ഡൗൺ ആവുന്നില്ല. പക്ഷേ ഗെയിം എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അത്ര അങ്ങോട്ട് കയറി വരുന്നില്ല എന്നുള്ള രീതിയിലൊരു സത്യമാണ്. പക്ഷെ പ്രതീക്ഷയുണ്ട്, പക്ഷെ കയറി വരുന്നില്ല. അങ്ങനെ കുറേ ആൾക്കാർ പുറത്ത് നിന്ന് നമ്മൾ പറയുന്ന ഒരു രീതിയൊന്നും അല്ല കേട്ടോ. ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അകത്ത് കളി വേറെയാണ്. ഇപ്പം ജാസ്മിൻ്റെയോ അല്ലെങ്കിൽ ഗബ്രിയുടെയോ ഫാനൊന്നുമല്ല ഞാൻ. അത്യാവശ്യം കഴിഞ്ഞ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു പറച്ചിലൊക്കെ കേട്ടിട്ട് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ഇവർ അത്യാവശ്യം ബോറാണൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ ഗബ്രി ജാസ്മിൻ ഇവരുടെ മൈൻഡ് പോലെ മറ്റൊരാളുമില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ മാറിയിരുന്ന് കരഞ്ഞ് വെള്ളം വെച്ച് കയ്യിൽ നിന്ന് പോയിരിക്കുമ്പോഴും ഇവർ ഒരു ദിവസം കരഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ സെറ്റാണ്. ഇവരൊക്കെ കേട്ട അപമാനമുണ്ടല്ലോ. ഇപ്പം ഭക്ഷണത്തിൻ്റെ പേരിൽ സിബിൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിട്ട് തിന്നുറങ്ങിയിരുന്നോ എന്നൊക്കെ ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ നേരം നമുക്കുണ്ടാവുന്ന ഇൻസൾട്ട് ഉണ്ടല്ലോ. ആ ഇൻസൾട്ട് നമ്മളൊരു മനുഷ്യനല്ല, അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് എത്ര വെറുപ്പുണ്ട് ജാസ്മിനോട്, എത്ര വെറുപ്പുണ്ടെങ്കിലും ശരിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ കേൾക്കാൻ നേരത്ത് ഉണ്ടാവുന്ന ഇൻസൾട്ട് ഉണ്ടല്ലോ, അതൊക്കെ കവർ ചെയ്തിട്ട് ഇവരിങ്ങനെ വന്ന് നിൽക്കുന്നൊരു നിപ്പുണ്ട്. ഭയങ്കര സംഭവം കേട്ടോ ഇത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് പറയാൻ കാര്യം, ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ വന്നിട്ട് ഇപ്പോൾ 40 ദിവസമാകുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ വന്ന സിബിൻ ഡൗൺ ആയി പോയി, എനിക്കിപ്പോൾ പുറത്ത് പോകണം എന്നുള്ള രീതിയിൽ പറയുന്നു.
ആ സമയത്താണ് 40 ദിവസമായിട്ട് അകത്ത് അടിയും ബഹളവും തിരിച്ചടിയൊക്കെ ആയിട്ട് നിന്നിട്ടും 40 ദിവസവും ഇന്നും പക്കയായിട്ട് എണ്ണീറ്റ് നിൽക്കുകയാണ് ജാസ്മിനും ഗബ്രിയൊക്കെ. അവരുടെ ഗെയിമിനോട് താല്പര്യമില്ലെങ്കിലും ഇവരുടെ ഈ കളി ഉണ്ടല്ലോ, മൈൻഡ് വെച്ചുള്ളൊരു കളി, ഇങ്ങനെ തളരാതെ മെൻ്റലി കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് അതിഗംഭീരമെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല.